നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോറികളുടെയും ടിപ്പറുകളുടെയും കൊലവിളിയിൽ ജില്ലയിൽ വിലപ്പെട്ട ഒരു ജീവൻ കൂടി നഷ്ടമായി. നിയമം ലംഘിച്ച അമിത വേഗത്തിലോടുന്ന ലോറികളുടെയും ടിപ്പറുകളുടെയും നിയന്ത്രിക്കാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും തയ്യാറാക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിലും പൊലിഞ്ഞു വീണത് ഒരു കുഞ്ഞു ജീവനാണ്. കരമന കളിയിക്കവിള ദേശീയപാതയിൽ അമരവിള ഗ്രാമം ജംഗ്ഷനിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തുണ്ടായ അപകടത്തിലാണ് കാരോട് സ്വദേശിയായ 4 വയസ്സുകാരൻ ആരുഷ് കൊല്ലപ്പെടുന്നത്. അമിത വേഗത്തിലെത്തിയ ലോറി തട്ടിയതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ ആരുഷിന്റെ തലയിലൂടെ ലോറിയുടെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. മണലും മെറ്റലും മറ്റ് കെട്ടിട നിർമ്മാണ സാമഗ്രികളുമായി അമിത വേഗത്തിൽ പായുന്ന ലോറികളും ടിപ്പർ ലോറികളും റോഡുകളിൽ ഭീതി വിതയ്ക്കുകയാണ്. ദേശീയപാതയിലും മറ്റും റോഡുകളിലും എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചായിരുന്നു ലോറിയും ടിപ്പറും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറശാല അമരവിള ഗ്രാമം ജംഗ്ഷന് സമീപം ഇന്നലെ ലോറി തട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ ആരുഷ് കൊല്ലപ്പെട്ടതിന് സമാനമായി 1.5 വർഷം മുമ്പ് പാറശാല കരാളിയിൽ ഇതേ സമാന രീതിയിൽ ഒരു അപകടം നടന്നിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം യാത്ര ചെയ്തിരുന്ന 2.5 വയസ്സുകാരി ദാരുണമായി കൊല്ലപ്പെട്ടു. കളിയിക്കവിള RC സ്ട്രീറ്റിൽ അശ്വിനിയുടെ മകൾ ഋതികയായിരുന്നു അന്ന് മരിച്ചത്. എതിർദിശയിൽ നിന്നും അമിത വേഗത്തിൽ എത്തിയ ടിപ്പർ ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചു വീണ കുഞ്ഞിന് തലക്കേറ്റ പരിക്കാണ് മരണത്തിന് കാരണമായത്. അപകടത്തിൽ മാതാപിതാക്കൾക്കും സാരമായി പരിക്കേറ്റിരുന്നു. ടിപ്പർ ഡ്രൈവറുടെ അലക്ഷ്യ ഡ്രൈവിംഗ് ആണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് പരാതികൾ ഉയർന്നിരുന്നു. എന്നിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതിന് തെളിവാണ് ആരുഷിന്റെ മരണവും. 1 വർഷം മുൻപ് നെയ്യാറ്റിൻകര മുരുത്തൂർ പാലത്തിന് സമീപം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന പാലയോട് സ്വദേശികളായ ദമ്പതികളുടെ വാഹനത്തിൽ പിൻവശത്ത് നിന്നും എത്തിയ ടിപ്പർ ലോറി ഇടിച്ച് കയറിയിറങ്ങി ഭാര്യ തൽക്ഷണം മരിച്ചിരുന്നു. വീതി കുറഞ്ഞ റോഡിൽ അലക്ഷ്യമായും മദ്യപിച്ചും ചില ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതാണ് നിരത്തുകളിൽ ചോരക്കളങ്ങളാകുന്നതെന്നും ആരോപണമുണ്ട്. പോത്തൻകോട് മംഗലാപുരം ജംഗ്ഷന് സമീപം സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് മറിഞ്ഞു വീണ യുവാവിന്റെ മരണത്തിനിടയാക്കിയതും ടിപ്പർ ലോറിയുടെ അമിത വേഗം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 9 നടന്ന ആ അപകടത്തിൽ ഊരുപൊയ്ക സ്വദേശി G സുരേഷ് ആണ് കൊല്ലപ്പെട്ടത്. തിരക്കേറിയ മംഗലാപുരം ജംഗ്ഷന് സമീപത്ത് വെച്ച് നടന്നു പോവുകയായിരുന്ന ആളിന്റെ ദേഹത്ത് തട്ടിയാണ് സുരേഷ് സഞ്ചരിച്ച സ്കൂട്ടർ റോഡിലേക്ക് മറിഞ്ഞു വീണത്. സുരേഷിന്റെ ശരീരത്തിലൂടെ പിന്നാലെ വന്ന ടിപ്പർ ലോറിയുടെ പിൻചക്രം കയറിയിറങ്ങി. മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറിയുടെ നിയന്ത്രണം വിട്ട് മറ്റൊരു ടോറസ് ലോറിയിലും എതിർദിശയിൽ വന്ന കാറിലും തട്ടിയ ശേഷം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടിരുന്ന മൺകൂമ്പാരത്തിൽ ഇടിച്ചു നിന്നതും കഴിഞ്ഞ വർഷം മെയ് 27. അപകടത്തിൽ ലോറി ഡ്രൈവറുടെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഡ്രൈവറെ ആദ്യം ആറ്റിങ്ങൽ വലിയംകുന്ന് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും അന്ന് പ്രവേശിപ്പിച്ചിരുന്നു. ദേശീയപാതയെ തോന്നിക്കൽ AJ കോളേജ് ജംഗ്ഷൻ സമീപത്തായിരുന്നു അപകടം. മംഗലാപുരം ഭാഗത്തു നിന്നും തോന്നിക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി എതിർദിശയിൽ വന്ന കാറിൽ ഇടിക്കാതിരിക്കുവാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ലോറിയുടെ നിയന്ത്രണം വിട്ടത്. വിഴിഞ്ഞം രാജ്യാനന്തര തുറമുഖ പദ്ധതി നിർമ്മാണം തുടങ്ങിയ അന്ന് മുതൽ വിഴിഞ്ഞം മേഖലയിൽ ടിപ്പർ ലോറികൾ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവയുടെ അമിതവേഗവും പരിധി കഴിഞ്ഞുള്ള ലോഡും നിമിത്തം ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവാണ്. ഡിസംബർ 19 വിഴിഞ്ഞം ജംഗ്ഷനിൽ ടിപ്പർ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികയായ അധ്യാപികയുടെ കാൽ പൂർണ്ണമായും മുറിച്ചു മാറ്റിയത്. സമീപകാലത്തെ ദാരുണമായ സംഭവമായിരുന്നു അത്. ഈ സംഭവത്തിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രതിഷേധ സമരത്തിന് ഒടുവിൽ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചുവെങ്കിലും വാഹന വേഗത കുറയ്ക്കുക എന്നതിന് ഒരു ശമനമുണ്ടായില്ല. അമിത വേഗതയ്ക്കൊപ്പം ഇവയുടെ അനധികൃത പാർക്കിങ്ങും അപകടത്തിന് ഇടയാക്കുന്നു. കഴിഞ്ഞ 8 രാത്രി മുക്കോല മുല്ലൂർ റോഡിൽ ഇരുട്ടിൽ പാർക്ക് ചെയ്ത ടിപ്പറിന്റെ പിന്നിലിടിച്ച സ്കൂട്ടർ യാത്രികന് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ഒരു സംഭവം ഉണ്ടായി. വിഴിഞ്ഞം കല്ലുവെട്ടൽ കുഴി മുക്കോല സർവീസ് റോഡിൽ അശ്രദ്ധമായി നിർത്തിയിട്ടിരിക്കുന്ന കൂറ്റൻ ട്രെയിലറിലേക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ചു കയറി. യാത്രികനായ 7 വയസ്സുകാരൻ മരിച്ച സംഭവം ഡിസംബർ 28 ഫിറ്റ്നസ് പരാധീനതകളുള്ള ടിപ്പറുകളാണ് ഈ ഭാഗത്ത് ഓടുന്നതെന്ന പരാതിയും വ്യാപകം.
ലോഡുമായി വന്ന ടിപ്പറുകളിൽ ചിലതിന്റെ ടയർ വൻ ശബ്ദത്തോടെ പൊട്ടിയ സംഭവങ്ങളിൽ കഷ്ടിച്ചാണ് അപകടം ഒഴിവായിട്ടുമുള്ളത്. ലോറി തട്ടി സ്കൂട്ടർ മറിഞ്ഞ് തെറിച്ചു വീണ 4 വയസ്സുകാരൻ മരിച്ചു. നെയ്യാറ്റിൻകര അമിത വേഗത്തിലെത്തിയ ലോറി തട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണായിരുന്നു ഒരു 4 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. കാരോട് പുല്ലുവിള ക്ഷേത്രത്തിന് സമീപം പ്രോമിസ് ലാൻഡറിൽ ജിതിൻ രേഷ്മ ദമ്പതികളുടെ മകൻ ആരുഷ് ആയിരുന്നു മരിച്ചത്. രാവിലെ 9ഓടെ കരമന കളിയിക്കാവിള ദേശീയപാതയിൽ അമരവിള ഗ്രാമം ജംഗ്ഷനിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. സംസ്കാരം നടത്തി. രേഷ്മയുടെ പിതാവ് സ്റ്റീഫൻ ആണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. സ്കൂട്ടറിൽ നിന്നും രേഷ്മയും ആരുഷും മൂത്ത മകൻ ആരോണും ഉണ്ടായിരുന്നു. അമിത വേഗതയിൽ പിന്നിൽ നിന്നും എത്തിയ ലോറി സ്കൂട്ടറിനെ മറികടന്നതോടെയാണ് അപകടം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ ആരുഷിന്റെ തലയിലൂടെ ലോറിയുടെ പിൻചക്രം കയറിയിറങ്ങി. സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. സ്റ്റീഫൻ, രേഷ്മ, ആരോൺ എന്നിവർക്ക് പരിക്കുകളുണ്ട്. ഇവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പത്തനംതിട്ടയിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ജിതിൻ. കാരോടിലെ രേഷ്മയുടെ വീട്ടിൽ നിന്നും നെയ്യാറ്റിൻകര മണലൂരിലെ ജിതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടമുണ്ടായത്. ആരുഷ് കുളത്തൂർ LP സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. വീതി കുറഞ്ഞ റോഡും അതിലേറെ അമിത വേഗത്തിൽ കുതിക്കുന്ന വാഹനങ്ങളും അവരുടെ വേഗതയിൽ പൊലിഞ്ഞു വീഴുന്ന ഒരു പിടി ജീവനുകളും ഇന്ന് നിരന്തരം വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനെന്ത് പരിഹാരം കാണാമെന്നും ആരും ചിന്തിക്കുന്നില്ല. ഇത്തരം വാഹനങ്ങളുടെ പരമാവധി വേഗപരിധി കുറയ്ക്കുക, ഇതനുസരിക്കാത്ത പക്ഷം ലൈസൻസ് റദ്ദാക്കൽ പോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന തരത്തിൽ നിയമ സംവിധാനം മാറിയാലേ റോഡിലിറങ്ങി നടക്കുന്നവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ.